ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള PSC എക്സാം ടോപ്പർ. കേരള PSC എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബയോളജിയിൽ നിന്ന് LDC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളർച്ചാ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺ. വളർച്ചാ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വളർച്ച ഹോർമോൺ സൊമാറ്റോട്രോപ്പിനും വളർച്ച ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥിയുമാണ്. അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അഡ്രിനാലിനാണ് അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജുവനൈൽ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമോസിനാണ്. തൈമോസിനാണ് ജുവനൈൽ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുവത്വ ഹോർമോൺ തൈമോസിൻ തന്നെയാണ്. യുവത്വ ഹോർമോണും തൈമോസിനാണ്. ആദാമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ആദാമിൻ്റെ ആപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നായക ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. പീയൂഷ ഗ്രന്ഥിയാണ് നായക ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശൈശവ ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് ശൈശവ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയാണ് കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ. അതായത് RBCയുടെ ശവപ്പറമ്പാണ് പ്ലീഹ. ലിറ്റിൽ ബ്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് ലിറ്റിൽ ബ്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിലെ പോരാളിയാണ് ശ്വേത രക്താണുക്കൾ, വൈറ്റ് ബെൽസ്. WBC ആണ് ശരീരത്തിലെ പോരാളി. ജീവൻ്റെ നദിയാണ് രക്തം. രക്തം അറിയപ്പെടുന്നത് ജീവൻ്റെ നദി എന്ന പേരിലാണ്. കോശ മസ്തിഷ്കമാണ് ന്യൂക്ലിയസ്. ഓരോ കോശത്തിലെയും മസ്തിഷ്കമാണ് ന്യൂക്ലിയസ്. ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് ജീനുകളെയാണ്. ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. വൃക്കയാണ് ശരീരത്തിലെ അരിപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആത്മഹത്യാ സഞ്ചികളാണ് ലൈസോസൈം. ലൈസോസൈമാണ് ആത്മഹത്യാ സഞ്ചികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോശാസ്ഥികൂടമാണ് അന്തർദ്രവ്യ ജാലികകൾ. അന്തർദ്രവ്യ ജാലികളാണ് കോശാസ്ഥികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ. നിങ്ങൾ ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനൽ ഇതിനോടകം 500-ലധികം PSCയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ.